നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അറിവിന്റെ നിറക്കൂട്ടിൽ നിന്നും കലയുടെ വസന്തത്തിലേക്ക്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി വിരമിച്ച സതി പി.എന്നുമായുള്ള അഭിമുഖം. വനിതാദിന പ്രത്യേക പരിപാടി. നിർവഹണം ഭാഗ്യലക്ഷ്മി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ഈ വനിതാ ദിന പ്രത്യേക പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ 31 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം വിശ്രമ ജീവിതം നയിക്കേണ്ട പ്രായത്തിൽ തന്റെ ഉള്ളിലെ സർഗവാസനയെ തൊട്ടുണർത്തി കലയുടെ ലോകത്ത് സജീവമായിരിക്കുന്ന സതി പി.എൻ എന്ന വ്യക്തിത്വത്തെയാണ്. കലാജീവിതത്തിലെ പ്രധാന നേട്ടങ്ങളും വിരമിക്കലിന് ശേഷം ടീച്ചർ ആർജിച്ചെടുത്ത കഴിവുകളും ഏതൊരാൾക്കും പ്രചോദനമാണ്. ടീച്ചറുടെ വിശേഷങ്ങൾ കേൾക്കാം ഇന്ന് ഈ പരിപാടിയിലൂടെ. നമസ്കാരം, ഞാൻ സതി ടീച്ചർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തൊടുപുഴ, റിട്ടയറായി. എരിയപ്പള്ളിയിലാണ് താമസിക്കുന്നത്. എൻ്റെ കുടുംബം വി ഡി സാബു, പ്രിൻസിപ്പാൾ ദേവി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ, ഹസ്ബൻഡ്, പിന്നെ എൻ്റെ മക്കള്, ഒരു മോനും മോളും, അവരുടെ ഫാമിലി. ഇത്ര അടങ്ങുന്നതാണ്, കൊച്ചുമക്കള് അടങ്ങുന്നതാണ് എൻ്റെ ഫാമിലി. ഞാൻ റിട്ടയർ ആയതിനു ശേഷമാണ് കലാരംഗത്തേക്ക് വന്നത്. പ്രത്യേകിച്ചും ചിത്രരചന, അതുപോലെ ഇപ്പം നൃത്തം, ഈ 2 കലാ ഫീൽഡിലേക്ക് ഞാൻ മാറിയിരിക്കുന്നതാണ് എൻ്റെ ഒരു 2ാം ബാല്യം എന്ന് പറയാം. അപ്പോൾ അതില് ചിത്രകാരിയായിട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടും ശോഭിക്കുന്നത്. സർവീസിലിരിക്കുന്ന സമയത്ത് ഇതിന് സമയം കിട്ടാത്തത് കൊണ്ടാണോ, അത് ആ സമയത്ത് ഇതിനോടൊരു താല്പര്യം തോന്നാതിരുന്നത് കൊണ്ടാണോ, എന്താണ് റിട്ടയർ ആയതിനു ശേഷം ഇതിലേക്ക് കടന്നത്? അന്ന് 2 കൂട്ടിമുട്ടിക്കുക വലിയൊരു ദൗത്യം ഉണ്ടായിരുന്നല്ലോ. തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, ജോലിയും കുടുംബവും ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ അതിനൊരു താല്പര്യക്കുറവില്ലായിരിക്കില്ല, താല്പര്യം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ മക്കൾ 2 പേരും നന്നായി വരയ്ക്കുമായിരുന്നു. അവര് പെയിന്റിങ് ഞാൻ പഠിപ്പിച്ചിരുന്നു, ഡ്രോയിങ് പഠിപ്പിച്ചിരുന്നു. അപ്പം അങ്ങനെ അവരോടൊപ്പം ഞാൻ ഈ ചിത്രങ്ങളോട്, നിറങ്ങളോട് കൂട്ടുകൂടി നിറങ്ങൾ ചാലിക്കാനും വ്യത്യസ്തമായ നിറങ്ങൾ ചേർത്ത് പുതിയ നിറങ്ങൾ ഉണ്ടാക്കാനും അതെനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ആരുടെ കീഴിലാണ് പഠിച്ചതൊക്കെ? ഞാൻ പ്രത്യേക ഗുരു എന്ന് പറയാനില്ല. ആഫ്റ്റർ റിട്ടയർമെന്റ് ഞാൻ ചുവർ ചിത്രകലയിലേക്ക് വലിയ താല്പര്യമുള്ളൊരു ഫീൽഡായിരുന്നു. അതിനൊരു ബേസിക് കോഴ്സ് പഠിച്ചു. ബവ മ്യൂറൽസ് എന്ന് പറയുന്ന അവിടെ പോയിട്ട്, കൽപ്പറ്റ. അവിടെ സുജിത്ത് സാറ്, അതുപോലെ കൃഷ്ണൻ സാറ്, അവരാണ് നമുക്ക് ഒരു ഗൈഡൻസ് തന്നത്. പിന്നീട് ഞാൻ ഈ ഡിപ്ലോമ കോഴ്സ് ഫാഷൻ ഡിസൈനിങ് ആർട്ടുമായി ബന്ധപ്പെട്ട ഒരു GITയുടെ കോഴ്സ് ചെയ്തു ബത്തേരിയിൽ. കൂടാതെ അപ്പോഴാണ് നമ്മൾ കോവിഡ് കാലഘട്ടം വന്നത്. കോവിഡ് കാലഘട്ടം വന്നപ്പോഴത്തേക്കും ഞാൻ TTC ഇൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് 2 വർഷത്തെ കോഴ്സ്, ഓൺലൈൻ ക്ലാസ്സുകൾ, അത് ഞാൻ ജോയിൻ ചെയ്യുകയും അതിലെ ടഫായിട്ടുള്ള പ്രോജക്റ്റ് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൂടെ പല രാജ്യങ്ങളുടെ, പല സംസ്ഥാനങ്ങളുടെ തനതായ കലകൾ, ഈ വാർലി ആർട്ട്, മഹാരാഷ്ട്രയുടെ വാർലി ആർട്ട്, പിന്നെ മധ്യപ്രദേശിൻ്റെ ഗോണ്ട് ആർട്ട്, ന്യൂസിലാൻഡിൻ്റെ മൗറി ആർട്ട്, ടിബറ്റിൻ്റെ മണ്ടാല ആർട്ട്, അങ്ങനെ ഒത്തിരി ആർട്ട് രൂപങ്ങളും, സെറാമിക് വർക്കുകൾ, പോട്ട് വർക്ക്, ബോട്ടിൽ ആർട്ട്, ബാംബു ആർട്ട് എന്ന് പറഞ്ഞ ഒത്തിരി മേഖലകൾ കവർ ചെയ്ത ഒരു കോഴ്സായിരുന്നത്. കൂടാതെ വാട്ടർ കളറ് ഓൺലൈൻ ക്ലാസ്, ആർട്ടിസ്റ്റ് ജഗദീഷ് നാരായൺ സാറ് മികവുറ്റ ഒരു ആർട്ടിസ്റ്റാണ് വാട്ടർ കളറിൽ. അതും ഓൺലൈൻ ക്ലാസ്സാണ്. 50 ഡേയ്സ് വാട്ടർ കളർ ചലഞ്ച് എന്ന് പറയുന്ന 50 ദിവസത്തെ 100 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുക. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വാട്ടർ കളറിൻ്റെ ബേസിക് കാര്യങ്ങൾ അങ്ങനെ പഠിക്കാൻ പറ്റി. തുടർന്ന് വാട്ടർ കളറിലുള്ള ക്ലാസ്സുകളും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തു. അതൊക്കെയാണ് ഇതിൻ്റെ ചിത്രരചനയിലേക്ക് എനിക്ക് കിട്ടിയ ടിപ്സ്. അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നതിന് ശേഷം ടീച്ചർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ, ഈ ഞാൻ കേരള ചിത്രകലാ പരിഷത്തിലെ മെമ്പറാണ്. കലാസംഘടനകളിലെ കേരള ചിത്രകലാ പരിഷത്ത്, അതുപോലെ നന്മ നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു കലാസംഘടനയിൽ ഉണ്ട്. പിന്നെ ഈ ചിത്രകലാ പരിഷത്തിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ പ്രസിഡന്റായി. ഇപ്പം ഞാൻ വയനാട് ജില്ലാ രക്ഷാധികാരിയാണ്. അപ്പോൾ ഒത്തിരി ആർട്ട് ക്യാമ്പുകൾ
ചിത്രകലാ പരിഷത്തിന്റെ കെയർ ഓഫിൽ നടത്തുന്നുണ്ട്. ജില്ലാതലത്തിലും മേഖലാതലത്തിലും സ്റ്റേറ്റ് നാഷണൽ ലെവലിലൊക്കെ 15ഓളം ആർട്ട് ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ സാധിച്ചു. ജില്ലാതലത്തിലും മേഖലാതലവും സ്റ്റേറ്റ് നാഷണൽ ലെവൽ ഇതിലൊക്കെ ആയിട്ട്. ഇതില് ഒത്തിരി ആർട്ടിസ്റ്റുമാരെ, പ്രഗത്ഭരായ ആർട്ടിസ്റ്റുമാരെ പരിചയപ്പെടാനും അവരുടെ സൃഷ്ടികൾ, അവരുടെ ശൈലികൾ മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചു. കൂടാതെ ഈ എക്സിബിഷനുകൾ, ചിത്രപ്രദർശനങ്ങൾ, 15ഓളം ചിത്രപ്രദർശനങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പായിട്ട് 10 ചിത്രപ്രദർശനങ്ങളും അതുപോലെ തന്നെ സോളോ ആയിട്ട് 5 എണ്ണം. അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഈ നവംബർ 23 തൊട്ട് ഡിസംബർ 5 വരെ കേരള ചിത്രകലാ പരിഷത്തിന്റെ ചിത്രത എന്ന് പറയുന്ന ഒരു ക്യാമ്പ് പ്രദർശനം, 100 വനിതകൾ 100 ചിത്രങ്ങൾ. അതിൽ തൃശ്ശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ വെച്ച് നടന്നിരുന്നു. അതിൽ ഞാൻ പങ്കാളിയായി. അപ്പോൾ അടുത്തിടെയായി, അതായത് 28-ാം തീയതി ആർട്ട് ക്യാമ്പ് വയനാട് ജില്ലയിലെ ചെമ്പരത്തി ആർട്ട് ക്യാമ്പ് ബത്തേരിയിൽ വെച്ച് നടക്കുകയാണ്. കൂടാതെ ഏപ്രിൽ 23-ന് സംസ്ഥാനതല ചിത്രകലാ ക്യാമ്പ് കുമളി തേക്കടിയിൽ വെച്ച് നടക്കുകയാണ്. അതിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ടേഴ്സായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളുമാണ്. പിന്നെ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, എല്ലാ നാട്ടുകാർ, കൂടാതെ ഈ സംഘടനകൾ, കേരള ചിത്രകലാ പരിഷത്തും നന്മ എന്ന് പറയുന്ന സംഘടനയും, ഞാൻ പെൻഷനേഴ്സ് യൂണിയൻ KSSPU, കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയനിലെ ഒരു മെമ്പറാണ്. അവരുടെ ഒക്കെ ഒരു സപ്പോർട്ടുണ്ട്. കൂടാതെ സ്ഥാപനങ്ങളായിട്ട് ഞാൻ പഠിച്ച സ്കൂളും പഠിപ്പിച്ചായ സ്കൂളും അല്ലാതെ നിയർ ബൈ സ്കൂൾസ്, പ്രത്യേകിച്ച് കൃഷ്ണവിലാസ് UP സ്കൂളിലാണ് എൻ്റെ പഠനം ആദ്യം തുടങ്ങിയത്. അവിടെയും ഞാൻ പഠിപ്പിച്ച ഇരളം, ചേനാട് തുടങ്ങിയ ഹൈസ്കൂളിലെയും, അതുപോലെ ഏറ്റവും അടുത്ത സ്കൂളാണ് ജയശ്രീ സ്കൂള്, അതുപോലെ വിജയ, കാപ്പിസെറ്റ്, മുള്ളംകൊല്ലി, പെരിക്കലൂർ, ഈ സ്കൂളുകളിലൊക്കെ എന്നെ ചീഫ് ഗസ്റ്റായിട്ട് ചിത്രകാരിയായിട്ടാണ് എന്നെ ക്ഷണിക്കുന്നത്. പ്രത്യേകിച്ചും ജയശ്രീ സ്കൂള് അവരുടെ ലിറ്റിൽ കൈറ്റ് എന്ന് പറയുന്ന IT പ്രോജക്റ്റ്, എൻ്റെ ഒരു ഡോക്യുമെന്ററിയാണ് അവർ ചെയ്തത്. ഒത്തിരി സപ്പോർട്ടാണ് സ്കൂളുകള്. പിന്നെ സോഷ്യൽ മീഡിയ യൂട്യൂബും വിവിധ ചാനലുകൾ, ന്യൂസ് പേപ്പർ, ഇതിലൊക്കെ എൻ്റെ ഈ ചിത്രകാരി എന്ന നിലയിലുള്ള കലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ജോബി ചുവന്നമണ്ണ് പ്രത്യേകിച്ചും യൂട്യൂബ് ബ്ലോഗർ, അതുപോലെ കോഡ്വേ, അവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മലനാട് ചാനല് TV-യിൽ പെൺപെരുമ, അതുപോലെ വയനാട് വിഷന്റെ വേരുകൾ, പിന്നെ ന്യൂസ് 18 കേരളയിലെ നാട്ടുവർത്തമാനം, ഇതിലൊക്കെ എൻ്റെ ഡോക്യുമെൻ്ററി വന്നിട്ടുണ്ട്. അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിലൊക്കെ ഫോളോവേഴ്സും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഈ രംഗത്ത് ശോഭിക്കാൻ കഴിയുന്നു. പിന്നെ ന്യൂസ് പേപ്പറുകളിലൊക്കെ വന്നിട്ടുണ്ട്. മാതൃഭൂമി, മനോരമ, എന്ന മാഗസിൻ, ഉഴവൂർ, പിന്നെ ഈ ഫോക്ലോർ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു ചിത്രപ്രദർശനവുമായി ബന്ധപ്പെട്ട് ഇതിലെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ എന്ന ചിത്രകാരിയെ അവർ കണ്ടെത്തുകയും എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഇപ്പൊ പഠന കാലഘട്ടത്തിൽ ഇതുപോലുള്ള കോഴ്സുകൾ പഠിക്കാനോ അല്ലെങ്കിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാനോ ഒക്കെ ടീച്ചർ ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇല്ല, അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞത് ഈ ആഫ്റ്റർ റിട്ടയർമെന്റ്. ഞാനൊരു കെമിസ്ട്രി അധ്യാപികയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലൊന്നും ഞാൻ ശ്രമിച്ചിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മക്കള് ചെയ്യുന്നത് അവരിലൂടെയാണ് ഞാൻ ഇതിനെ കൂടുതൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ പറയൂലേ, ചിറകുണ്ടെങ്കിലും പറക്കാൻ ശ്രമിച്ചിരുന്നില്ല ഞാൻ. അപ്പോൾ ആഫ്റ്റർ റിട്ടയർമെന്റ് ആണ് ഞാൻ ഇതിലേക്ക് നീങ്ങിയത്. അപ്പൊ ഈ ചിത്രകലയെ പറ്റി പറയുമ്പോൾ ഈ ചിത്രകല പിന്നെ ആശയങ്ങളെ ചിത്രരൂപേണ ഒരു മാധ്യമത്തിലേക്ക് പകർത്തുന്ന ഒരു കലയാണല്ലോ. അതുപോലെ ഈ ചിത്രകല ഒരു അന്തർദേശീയ ഭാഷയാണ്. അതായത് നമുക്ക് ആശയം മനസ്സിലാക്കാൻ മറ്റേ ഒരു പരിഭാഷകന്റെയോ ഭാഷയുടെയോ ഒന്നും സഹായം വേണ്ട. ഇപ്പൊ ഒരു പൂവിന്റെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് പൂവാണെന്ന് ഏത് ഭാഷയിലുള്ളവർക്കും ഏത് നാട്ടിലുള്ളവർക്കും അതറിയാം. അപ്പോൾ ഈ ചിത്രം എന്ന് പറയുന്നത് ഒരു അന്തർദേശീയ ഭാഷയാണ്. അതുപോലെ ഈ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ്, സംസ്കാരമാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. ശക്തമായ ആശയങ്ങൾ സമൂഹത്തിലേക്ക് വിനിമയം ചെയ്യാൻ ഈ ചിത്രം പ്രാപ്തമാക്കുകയാണ്. അതുപോലെ ഇത് നമുക്ക് മാനസികമായിട്ടും അതുപോലെ സാമൂഹിക പരിവർത്തനത്തിന് കാരണമാകുന്ന ഒരു കല കൂടിയാണ്.
അതിന് വ്യക്തമായ ഉദാഹരണമാണ് പിന്നെ ഗോർണിക്ക എന്ന് പറയുന്ന ഒരു ചിത്രം. പാബ്ലോ പിക്കാസോ യുടെ വിശ്വചിത്രമാണ്. അതായത് ഗോർണിക്ക എന്ന് പറയുന്ന ഒരു ഗ്രാമം ബോംബിട്ട് നശിപ്പിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ 1917 നോർത്ത് സ്പെയിനിൽ ആഭ്യന്തര കലാപം ഉണ്ടായതിനെ തുടർന്ന് ഈ ജർമ്മനിയുടെ സൈനിക തലവൻ ജനറൽ ഫ്രാൻകോ യുടെ നേതൃത്വത്തിൽ ഗോർണിക്ക എന്ന ഒരു ഗ്രാമം ബോംബിട്ട് നശിപ്പിച്ചു. ആ ബോംബിട്ട് നശിപ്പിച്ചപ്പോൾ അതിൽ മനം നൊന്ത് പാബ്ലോ പിക്കാസോ എന്ന് പറയുന്ന ആ ചിത്രകാരൻ ആ യുദ്ധക്കെടുതി, യുദ്ധത്തിലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും മറ്റുണ്ടായ നാശത്തെ പിക്കാസോ ക്യൂബിസം ശൈലിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം വരച്ചു. ആ ചിത്രമാണ് ലോകം മുഴുവൻ അത് ചർച്ച ചെയ്യപ്പെട്ട് യുദ്ധത്തിനെതിരെയുള്ള ചിഹ്നമായിട്ട് നിലകൊള്ളുന്നത്. അപ്പോൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആ കാലഘട്ടത്തിന്റെ ഒരു ചരിത്രമാണ് അവതരിപ്പിക്കുന്നത്. ശക്തമായ ആശയങ്ങൾ സമൂഹത്തിലേക്ക് വിനിമയം ചെയ്യാൻ ഇത് പ്രാപ്തമാക്കുന്നു. ടീച്ചർ ഇപ്പം എക്സിബിഷൻസ് നടത്തുന്ന കാര്യം പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു തീം ബേസ് ചെയ്തിട്ടാണോ ചെയ്തു വരുന്നത്? അല്ല, ഞാനിപ്പോൾ ചെയ്തത് മിക്കവാറും ഞാൻ വരച്ച ചിത്രങ്ങൾ ഒരു 500-ഓളം ചിത്രങ്ങൾ ഞാൻ വരച്ചു ആഫ്റ്റർ റിട്ടയർമെന്റ്. അപ്പൊ ഈ ചിത്രങ്ങളെല്ലാം വീട്ടിലിങ്ങനെ അട്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ അത് അവിടെ കൂടി കിടക്കായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒരു റിസോർട്ട് പണിത് എനിക്കൊരു ആർട്ട് ഗാലറി, സതീസ് ആർട്ട് നെക്സസ് എന്ന് പറഞ്ഞ് ഒരു ആർട്ട് ഗാലറി തുടങ്ങി 2 റൂമിൽ ആയിട്ട് മക്കൾ എനിക്ക് സ്പേസ് തന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വരച്ച ചിത്രങ്ങളെല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. പ്രധാനമായും ഞാൻ കൂടുതലും സീനറികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം തന്നെ എല്ലാം പരീക്ഷണങ്ങളാണല്ലോ. ഞാനിപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടക്കമാണ് എൻ്റെ ചിത്രലോകം. അപ്പോൾ ഞാൻ കൂടുതലും എനിക്ക് ഈ സീനറികളെയാണ് ഞാൻ അധികവും വരയ്ക്കുന്നത്. കാരണം പ്രപഞ്ചം മായാവിസ്മയമാണ് ചിത്രങ്ങളുടെ, ഛായങ്ങളുടെ ഒരു മായാവിസ്മയമാണ്. അപ്പോൾ നമുക്ക് എവിടെ നോക്കിയാലും എന്ത് നോക്കിയാലും ഈ പിന്നെ ചിത്രങ്ങൾ, അവയുടെ ഈ കളർ കൂട്ടുകൾ, ഛായങ്ങൾ പല രീതിയിൽ പല പ്രൊപ്പോർഷണൽ ആയിട്ട് ആനുപാതികമായിട്ട് ചേർത്ത് എനിക്ക് ആ ഒരു ചിത്രക്കൂട്ടമാണ് ഈ സീനറി എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. ഇപ്പം ചിത്രകലയുടെ വിശേഷങ്ങൾ അങ്ങനെയാണ്. അതെ. പിന്നെ നൃത്തം പഠിക്കുന്നുണ്ടോ ഇപ്പൊ? അതെ, ഇപ്പൊ ഞാനൊരു നൃത്ത വിദ്യാർത്ഥിയാണ്. ചെറുപ്പത്തിലെ തൊട്ട് ഞാൻ നൃത്തം പഠിച്ചിട്ടുണ്ട്. കുറച്ച് ബേസിക് ആയിട്ട് 2 വർഷം UP ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. അത് ഹൈസ്കൂൾ വരെയൊക്കെ സ്കൂൾ ലെവലിലൊക്കെ നൃത്തം ചെയ്യുമായിരുന്നു, പ്രോഗ്രാം ചെയ്യുമായിരുന്നു. പിന്നീട് അങ്ങ് നിന്നുപോയി. പിന്നീട് ആഫ്റ്റർ റിട്ടയർമെന്റ് ആണ് ഞാൻ ഇതിലേക്ക് നീങ്ങാൻ കാരണം. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ പുൽപ്പള്ളിയിലെ കലാമണ്ഡലം ഡോക്ടർ റെസി ഷാജിദാസ് ആണ് എന്റെ ഗുരു. ചിലങ്ക നൃത്ത വിദ്യാലയം പുൽപ്പള്ളി. അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് TV-യിൽ ഒരു അഭിമുഖ സംഭാഷണം റെസി ടീച്ചറുടെ ഒരു അഭിമുഖ സംഭാഷണം കാണാനിടയായത്. നൃത്തം പഠിക്കുന്നതിന് ഒരു പ്രായപരിധിയില്ല, ഏത് പ്രായക്കാർക്കും നൃത്തം പഠിക്കാം എന്നാണ് അതിൽ പറഞ്ഞത്. അപ്പൊ ഇതറിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, എന്നെ വിടുവോ, ഞാനും പോയിക്കോട്ടെ. അപ്പോൾ പറഞ്ഞു, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവാം. അങ്ങനെ ടീച്ചറെ സമീപിക്കുകയും ടീച്ചർ എന്നെ അവിടെ അഡ്മിഷൻ തരികയും ചെയ്തു. അങ്ങനെയാണ് ഒരു നൃത്ത വിദ്യാർത്ഥിയായിട്ട് ഞാൻ ഇപ്പോഴും തുടരുന്നു. കൂടാതെ ഇപ്പൊ 3 വർഷമായി. ഇപ്പോൾ ഞാൻ മോഹിനിയാട്ടം അരങ്ങേറി മൂകാംബിക ക്ഷേത്രം, കെല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അരങ്ങേറി 13 സ്റ്റേജുകളിൽ മോഹിനിയാട്ടം പ്രോഗ്രാം ചെയ്തു. കൂടാതെ ഇപ്പം ഭരതനാട്യം അഭ്യസിക്കുകയാണ്. അപ്പം അത് ഭരതനാട്യം അരങ്ങേറി ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം കണ്ണൂര്. അപ്പോൾ അതിന്റെയും പ്രോഗ്രാം ഇപ്പം 3 സ്റ്റേജുകളാണ് കഴിഞ്ഞത്. ഇനിയിപ്പോഴും തുടരുകയാണ്, നൃത്ത വിദ്യാർത്ഥിയായിട്ട് തുടരുകയാണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ ഈ വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട് ചെയ്തു വരുന്നുണ്ട്. എന്തൊക്കെ അംഗീകാരങ്ങളാണ് ടീച്ചറെ തേടിയെത്തിയിട്ടുള്ളത്? എനിക്ക് കിട്ടിയ അംഗീകാരങ്ങൾ, ചിത്രകാരിയായിട്ട് എനിക്ക് എടുത്തു പറയത്തക്ക അംഗീകാരം കിട്ടിയത് 2 അംഗീകാരങ്ങളാണ്. ഒന്നാമതായിട്ട് ഞാൻ ചിത്രരചന തുടങ്ങിയപ്പോൾ 2020 യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക USA ഒരു ഇന്റർനാഷണൽ ഓൺലൈൻ ആർട്ട് കോമ്പറ്റീഷൻ ആൻഡ് എക്സിബിഷൻ നടത്തി. 23/4/2020 ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി, ആഗോളതാപനം. അപ്പൊ അത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 173 പേര് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അതിൽ 7 പേർക്ക് സെലക്ഷൻ കിട്ടുള്ളൂ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അതിൽ 7 പേരിൽ ഒരാളാകാൻ കഴിഞ്ഞു. അതിന്റെ സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. പിന്നെ
ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് 2023 ഊട്ടിയിൽ വെച്ച് നടന്നത്. വേൾഡ് ടൂറിസം ദിനത്തോടനുബന്ധിച്ച് 160 ആർട്ടിസ്റ്റുകൾ, ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലെ ആർട്ടിസ്റ്റുകൾ 160 മീറ്റർ ക്യാൻവാസിൽ 120 മിനിറ്റ് കൊണ്ട് 160 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കംപ്ലീറ്റ് ആക്കുക. അങ്ങനെ ഉള്ള ഒരു പ്രോഗ്രാമിൽ എനിക്ക് സെലക്ഷൻ കിട്ടുകയും ഞാനതിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു. ഇങ്ങനെ പ്രധാനപ്പെട്ട 2 അംഗീകാരങ്ങളാണ്. കൂടാതെ പറഞ്ഞ ആർട്ട് ക്യാമ്പുകളും പിന്നെ ചിത്രപ്രദർശനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. ശരിക്കും നൃത്തവും ചിത്രകലയും 2 വിവിധ മേഖലകളാണ്. എങ്ങനെയാണ് ഇതിനെ സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? നമ്മൾ ചിത്രവും അതുപോലെ നൃത്തവും തമ്മിൽ അതിൻ്റെ ഒരു കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ, ചിത്രം നമ്മുടെ ഭാവനയെ വരയിലൂടെ നിറങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതവും താളപശ്ചാത്തലത്തിൽ ആംഗ്യങ്ങൾ, മുദ്രകൾ, ഭാവങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ചലനങ്ങളുടെ ഒരു സമന്വയമാണ്. 2 കലകളും നമുക്ക് ശാരീരിക മാനസിക ഉന്മേഷവും അതുപോലെ തന്നെ ആരോഗ്യവും നൽകുന്നു. ഒരു ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം തുടർന്നുള്ള ജീവിതം പലരും വിശ്രമത്തിലേക്ക് കിടക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ടീച്ചർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നൃത്തവും ചിത്രകലയൊക്കെ ആയിട്ട് തിരക്കിലാണ്. അപ്പോൾ ഇനിയും ഒരുപാട് എക്സിബിഷൻസ് നടത്താൻ, ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യാൻ ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, നന്ദി. പ്രായമെന്നത് കേവലം ഒരക്കമാണെന്നും സ്വപ്നങ്ങൾ പിന്തുടരാൻ സമയപരിധിയില്ലെന്നും സദ ടീച്ചർ തന്റെ ജീവിതാനുഭവങ്ങളിലൂടെയും സ്വപ്രയത്നത്തിലൂടെയും നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിലും വീട്ടമ്മ എന്ന നിലയിലുമുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കിയ ശേഷം തനിക്ക് പ്രിയപ്പെട്ട കലയ്ക്കായി സമയം മാറ്റിവെക്കുന്ന ടീച്ചർ ഓരോ സ്ത്രീക്കും മാതൃകയാണ്. ഒരു വനിതാ ദിനം കൂടി കടന്നു പോകുമ്പോൾ ടീച്ചർ തന്റെ ജീവിതത്തിലൂടെ നൽകുന്ന സന്ദേശം നമുക്കും മാതൃകയാക്കാം. മാറ്റലിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വനിതാ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടത് അറിവിന്റെ നിറക്കൂട്ടിൽ നിന്നും കലയുടെ വസന്തത്തിലേക്ക്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി വിരമിച്ച സതി പിയനുമായുള്ള അഭിമുഖം. നിർവഹണം ഭാഗ്യലക്ഷ്മി. You're listening Radio Matuli 90.4. Listen, learn and enjoy.